ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി 1 യോഹന്നാൻ 2:27. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:27 വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് മോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാനും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുന്നു. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിപ്പി. അങ്ങനെയായാൽ നമുക്ക് എന്ത് വിഷയം വന്നാലും ദൈവം തീർത്തോളൂന്നേ. സ്തോത്രത്തോടുകൂടി അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ സ്തോത്രത്തോടു കൂടി എന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആ കാര്യം ഞാൻ നടത്തിയിരിക്കും. ഈ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്ത് ആ പ്രശ്നം മാറുന്നത് വരെയും പല പ്രശ്നങ്ങളും വരും. നിന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടിടും, പ്രവാസത്തില് കൊണ്ടിടും. ഹല്ലേലൂയ. അവനിലേക്ക് ഇറക്കിക്കൊണ്ട് പോകും. അവിടെയും പക്ഷെ നിനക്ക് ശുശ്രൂഷ തരും. നിനക്ക് ശുശ്രൂഷ അവിടെയും ഉണ്ടാകും. ഇതിനെല്ലാം അവിടെ ഇറക്കി 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 ഞാൻ പോരും. ഹല്ലേലൂയ. പക്ഷേ ഏത് കണ്ണുനീര് വന്നാലും കഷ്ടത വന്നാലും ആ സമയം ആ ഒരു വിഷയം ഉണ്ടായി അതിനായി കാത്തിരിക്കുന്ന സമയത്ത് ദൈവം അഭിഷേകം തീരുമാനിക്കുന്നത് വരെയും നമുക്ക് ഏത് ആശുപത്രി പോണ്ടി വന്നാലും ഏത് പ്രശ്നം വന്നാലും ഏത് വാൽവ് ചുരുങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നിന്റെ വാൽവ് ചുരുങ്ങിപ്പോയി എന്ന് പറയും. ഹാർട്ടിന്റെ ആ റിപ്പോർട്ടല്ലേ എനിക്ക് കിട്ടിയത്. എന്നാലും നീ കുലുങ്ങരുത്, നീ എന്നെ വിളിച്ചപേക്ഷിക്കണം. ആ കണ്ണുനീരിന്റെ കഷ്ടതയുടെയും സങ്കടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും അവസ്ഥയില് നമുക്കൊരു മോതിൽ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അവിടെ കയറി നിന്നിട്ട് നമ്മൾ അവനുമായി പക്ഷപാതം ചെയ്യണം. പക്ഷപാതം ചെയ്യുമ്പോൾ അവൻ പറയും, മകളെ നമ്മളോട് സംസാരിക്കണവൻ. നമുക്ക് അഭിഷേകം ഇല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കില്ല. മകനെ മകളെ, അവനെപ്പോഴും വിളിച്ച് സംസാരിക്കണം മകനെ. അതെങ്ങനെയാ മകനെ അവിടെ ഇത് വേണല്ലേ? ഇതിന്റെ അകത്തുള്ള മോൻ, ഇതിന്റെ അകത്തൊരു പുത്രനുണ്ട്. പുത്രത്വത്തിന്റെ ആത്മാവിനെയാ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. അവൻ പറയും, സ്വത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, എന്നെ വിളിച്ചപേക്ഷിക്കാം. നീ എന്തിനു കഴിയുന്നു? മോശേ, നീ എന്തിനു കഴിയുന്നു? നിന്റെ വഴി നീട്ട്. ഹല്ലേലൂയ. ആ കൂട്ടം മുഴുവൻ നിന്നോട് എതിർത്തായിരിക്കും, പക്ഷെ ഞാനില്ല ഇവിടെ. നീ നിന്റെ വഴി തടസ്സത്തിന്റെ നേരെ നിന്റെ വഴി നീട്ട്. വടിയിലേക്ക് കർത്താവിന്റെ അഭിഷേകം വന്നു ചേർന്നു. ഹല്ലേലൂയ. എന്നെ വിളിച്ച് അപേക്ഷിക്കുക. യിരെമ്യാവ് 33:3 ഒന്ന് വായിക്കും. ഹല്ലേലൂയ. യിരെമ്യാവ് 33:3 വാക്യം. ഹല്ലേലൂയ. യിരെമ്യാവ് 33:3 വാക്യം. എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായ ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് നീ വിഷമിക്കണ്ട. ഈ കാര്യം തീർന്നു വരുമ്പോൾ ഇത് മഹത്തായിരിക്കും. അഗോചരമായിരിക്കും. നിനക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇത് അഗോചരമായിരിക്കും. സ്തോത്രല്ലേലൂയ. നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത, നിനക്ക് അറിയാനും പറ്റില്ല അതുവരെ, ആ സെക്കൻഡ് വരെ നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞ അഭിഷേകം തീരുമാനിക്കുന്നു. ഈ കാര്യം നീ സംസാരിക്കരുത്. നീ സംസാരിച്ചാൽ പറ്റില്ല. അഭിഷേകം തീരുമാനിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അവരോട് പറഞ്ഞാൽ മതി.
ടീച്ചർ മുന്നോട്ട് പോയി അവരുമായിട്ട്. നിന്നോട് സ്വതന്ത്രല്ലേലിയ സിയോപുത്രിമാരാക്കി എന്ന് പറഞ്ഞപ്പോൾ നിന്നോട് കുറച്ചുകൂടി എന്നോട് ചേരാൻ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എന്റെ ബഹു സ്നേഹം അങ്ങോട്ട് അടുത്തിയെന്നു. എന്തെങ്കിലും ഒരു ശകല പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടന്നെന്ന് കരയുക കർത്താവിന്റെ മുമ്പില്. അഭിഷേകം തീരുമാനിക്കട്ടെ. നമ്മൾ ആ സമയമെല്ലാം നമ്മള് നെഗറ്റീവ് പറയുകയേ ചെയ്യുന്നത്, പോസിറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇന്നതൊക്കെയാണ് വചനത്തിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കർത്താവ് പിന്നെയും പറയും നമ്മളോട്, എന്നെ വിളിച്ച് അപേക്ഷിച്ചാൽ പോരാ, എന്നിലേക്ക് തിരിയണം. നീ ഇങ്ങോട്ട് തിരിഞ്ഞു വാ. അതൊക്കെ സംസാരിക്കുക കർത്താവ്. നീ ഇങ്ങോട്ട് തിരിഞ്ഞു വാ, അവരിൽ നിന്ന് സ്വതന്ത്രല്ലേൽക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ സ്വതന്ത്രല്ലേലിയ, നമ്മൾ സ്വതന്ത്രം അല്ലേലിയ, ഇതിനൊരു നിവാരണത്തിലേക്ക് എത്തും. ആത്മാവിലാകും. ആത്മാവിലാകും. ഈ അഭിഷേകം തന്നെ തീരുമാനിക്കും. 2 കൊരിന്ത്യർ 3:16 16 18 വരെ ഒന്ന് വായിച്ചു. 2 കൊരിന്ത്യർ 3:16 വാക്യം. 2 കൊരിന്ത്യർ 3:16. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആമേൻ. സ്തോത്രല്ലേലിയ. കർത്താവ് നമ്മളിപ്പോ ആ പോസിറ്റീവും പറഞ്ഞുകൊണ്ട് ഈ ശോധനാകാലം നമ്മൾ കഴിച്ചു കൂട്ടുമ്പോൾ എന്നെ വിളിച്ചപേക്ഷിക്കുക അങ്ങനെ ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കർത്താവിലേക്ക് തിരിച്ചു. നമ്മൾ ആത്മാവിലാവും. ഈ പോസിറ്റീവ് തന്നെ ആത്മാവിലാവൂലേ? ആത്മാവിലാവും. അപ്പോഴാണ് കർത്താവ് നമ്മളോട് വീണ്ടും സംസാരിക്കണേ. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങി. ഇത് മൂടുപടായത് കാരണം കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ഒരു മൂടുപടം എഴുതുവാൻ. ഈ മൂടുപടം എന്ന് പറഞ്ഞാൽ ഈ അന്ധകാര ശക്തികളൊക്കെ അങ്ങ് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളാ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പിന്നെ വേറെ ഒരാള് പറഞ്ഞാലും അതിലേക്ക് ഒന്നും ശ്രദ്ധിക്കില്ല. ദൈവത്തെ തന്നെ നമ്മൾ കാത്തിരിക്കും. അവരിലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കും. മൂടുപടം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും, ഒരാള് പോലും അതിൽ നിന്ന് പിൻമാറ്റത്തിലില്ല. നാം എല്ലാവരും ആത്മാവാകുന്ന, നമ്മൾ ആത്മാവാകുന്ന കർത്താവിനെ കണ്ടുപിടിച്ചു. അവിടെ കുറെ സ്വാതന്ത്ര്യം കിട്ടി. വല്ലതുമായിട്ടുണ്ടോ? ഏതാണ്ട് ഇച്ചിരി കിട്ടിയപ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ ഭയങ്കര പിടിച്ചെടുത്തു എന്നുള്ള മട്ടിലാണ് നമ്മുടെ ജീവിതം. പക്ഷെ ഒന്നുമായിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണേ നമ്മൾ ദൈവത്തെ അറിയണം. നിനക്ക് ദൈവത്തെ എന്തുമാത്രം അറിയാം അത്രയും സ്വാതന്ത്ര്യം നിനക്ക് കിട്ടും. അത്രയും വിടുതലുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ്. അതൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 3:16. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആത്മാവാകുന്ന തേജസ്സിനെ
ഹല്ലേലൂയ. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിനിധിക്കുന്നതിനായി നാം എല്ലാവരും ആത്മാവാവുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നാം എല്ലാവരും നമ്മളുടെ എല്ലാ മൂടുപടം കിടപ്പുണ്ട്. ആ മൂടുപടം നീങ്ങി പോയാലല്ലാതെ നമ്മൾ പാപം ചെയ്യാതിരിക്കത്തില്ല. അത് കർത്താവ് പ്രത്യേകമായി പറയുകയാണ് ചെയ്യുന്നത്. തേജസ്സിനെ സ്വകല്യ നാം എല്ലാവരും നമ്മുടെ ആത്മാവ് കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കും. പിന്നത്തെ സ്റ്റേജിലേക്ക് നമ്മളെ കയറ്റാൻ അവിടെ ഇരിക്കുന്ന, അവിടെ റെസ്റ്റ് എടുക്കണ ദൈവമല്ല. 6 ദിവസം കൊണ്ട് പണിയെടുത്ത് ക്ഷീണിച്ചു 7-ാം ദിവസം റെസ്റ്റ് എടുത്ത ദൈവത്തെ അല്ല നമ്മൾ വിളിക്കണേ. അവൻ വേറൊരു കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1:8. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശക്തി ലഭിക്കും. നമുക്ക് അഭിഷേകം തീരുമാനിക്കട്ടെ. ഇതെല്ലാം അതിലാണ് ശക്തിയുള്ളത്, അതിലാണ് ഇല്ലാത്തത്. ഇരുൾ ആരിലാണ്, വെളിച്ചം ആരിലാണ് എന്നൊക്കെ ശക്തി ഈ അഭിഷേകം തീരുമാനിക്കും. നമ്മൾ വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. ഈ സ്തോത്രം അപ്പോസ്തലപ്രവൃത്തി 1:8. എന്നാൽ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും, അവിടെ ജീവൻ പോണ കാര്യമാ. നിങ്ങൾ സ്തോത്രം ഇത് പലപ്പോഴും ഈ വാക്യം കേട്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ. പക്ഷെ ഇനി അതുപോലെയല്ല, ഇത് മനസ്സിലാക്കി പഠിക്കണം. അഭിഷേകത്തിന് ചില തീരുമാനങ്ങൾ ഇവിടെ എടുക്കാനുണ്ട്. മനുഷ്യൻ തീരുമാനം എടുക്കരുത്. അഭിഷേകം തീരുമാനിക്കുമെന്നാ കർത്താവ് തീർത്തും പറയുന്നത്. ശമര്യയിലേക്കൊക്കെ കയറിയാൽ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയായിരുന്നു ഈ കൂട്ടത്തെ, ചെതറിക്കിടന്ന കൂട്ടത്തെ, എന്നേക്കുമായി നശിച്ചു കിടന്ന കൂട്ടത്തെ 4 വശത്തുനിന്നും കർത്താവ് പിറക്കിക്കൊണ്ടുവന്ന് കർത്താവ് അവരെയൊക്കെ കണ്ട് പിടിച്ചോണ്ട് വന്നതാണ്. ഞാനിപ്പോ എനിക്കിവിടെ സ്തോത്രമില്ല, ഒന്ന് പ്രവർത്തിക്കാൻ സമയം തന്നെന്ന് മാത്രം. പക്ഷെ കൊണ്ടുവന്നത് ആരാ? ദൈവം കണ്ടിട്ടുള്ളവരെ വിളിച്ചു കൊണ്ടുവരും. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന ഒരു കൂട്ടത്തിന് അവൻ പുത്രനാണെന്നും അവൻ ദൈവമാണെന്നും മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം അനേക അത്ഭുതങ്ങൾ ചെയ്തു. ശമര്യ എന്ന് പറയുമ്പോൾ ആ മരണമാണ് കയറി വന്നത്. ഈ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ശമര്യയുടെ അനുഭവത്തിൽ കിടന്നവരെ വിളിച്ചോണ്ട് വന്നേ. അവരൊന്നല്ലേ ക്രിസ്ത്യാനികളായിരിക്കാം. അതുകൊണ്ട് എന്ത് പ്രയോജനം? പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വരുമ്പോൾ ശക്തി ലഭിക്കും. ശക്തി ലഭിക്കട്ടെ. അത് കഴിഞ്ഞ് കുറച്ചു നാളത്തേക്ക് നിങ്ങളെയും നോക്കിയിരിക്കും. നിങ്ങൾക്ക് വിടുതൽ തന്നിട്ട് കർത്താവ് എന്ത് ചെയ്യും? ഇവിടെ കെട്ടിയിടും നിങ്ങളുടെ ശക്തികളെല്ലാം. എന്നിട്ട് എന്ത് ചെയ്യും? സമയമാകുമ്പോൾ അവരെ ഉണർത്താൻ തുടങ്ങും. അപ്പൊ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. വന്നിട്ട് ശമര്യയിലൊക്കെ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാവും എന്ന് പറഞ്ഞു. ആ കർത്താവിന്റെ സാക്ഷികളാകണം നമ്മള്. യാക്കോബ് 4:7. ആമേൻ. ഹല്ലേലൂയ. യാക്കോബ് 4:7-8 വചനങ്ങൾ. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. തോന്നിയതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം പറഞ്ഞ ദൈവത്തിന് കീഴടങ്ങാൻ. ആമേൻ. നിങ്ങൾക്കൊന്നും പറ്റില്ല, എനിക്ക് കീഴടങ്ങാം. ദൈവത്തിന് കീഴടങ്ങുവീൻ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ.
പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. അവനോട് എതിർത്ത് നിൽക്കണം, അല്ലാതെ അവൻ വന്ന് അവനെ താലോലിച്ചോണ്ട് നിങ്ങൾ ഇരിക്കരുത്. ആമേൻ. അവനെ താലോലിച്ചോണ്ടിരുന്നെങ്കിൽ ഹല്ലേലൂയ, ഈ 34 വർഷം കൊണ്ട് ഞാനിപ്പോ മരണത്തിന് കീഴ്പ്പെട്ടേനെ. അവൻ നേർക്ക് നേരെ വരുമ്പോൾ എന്താണ് ആ കാര്യം നമ്മൾ ചോദിക്കും. അധികാരം ചോദിക്കും, അഭിഷേകം അവിടെ തീരുമാനിക്കും. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എന്നാലേ ഓടിപ്പോവുള്ളൂ. ആമേൻ. യേശുവിന്റെ അടുത്ത് സാത്താൻ വന്നു, പരീക്ഷിച്ചു. പക്ഷെ വചനത്താലും അഭിഷേകത്താലും യേശുവിനോട് പോരാടി ജയിച്ചു. ആമേൻ. അവൻ തൽക്കാലത്തേക്ക് പുറകിപ്പോയി. പിന്നെ പത്രോസിൽ കൂടി കയറി വന്നില്ലേ? പത്രോസിൽ കൂടി കയറി വരുമെന്ന് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പക്ഷെ യേശു അത് കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. പിന്നെ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലണം. ആമേൻ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ദൈവത്തോട്, അതാണ് അന്യഭാഷ പറ. ഇപ്പൊ നിർബന്ധിച്ചോണ്ട് ഇരിക്കണേ, അന്യഭാഷയിലേക്ക് തന്നെ കടന്നിരിക്കുന്നത്. ആമേൻ. നിങ്ങൾ അഭിഷേകം പ്രാപിക്ക, നിങ്ങൾ അന്യഭാഷ പറ. അന്യഭാഷ പറയുമ്പോ നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവിന് മനസ്സിലാവുക. ആമേൻ. നിങ്ങൾ ഈ മലയാളത്തിൽ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് പറയണത്. കർത്താവെ കൊച്ചു ജയിക്കണേ, അല്ലെങ്കിൽ ജോലി കിട്ടണേ എന്നൊക്കെ. അതിനകത്ത് ചില മർമ്മങ്ങൾ കിടപ്പുണ്ട്. കർത്താവിന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിന് മനസ്സിലായിട്ട് കർത്താവ് അതനുസരിച്ച് സാത്താനോട് പറയും, ഇന്ന പോലെ കുറച്ച് വൈകിയാലും വേണ്ടില്ല, ഇതുപോലെ നീ അടുത്ത് ചെല്ലരുത് എന്ന് കൽപ്പിക്കോടെ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. നിങ്ങളോട് അടുത്ത് ദൈവം വരണമെങ്കിൽ അന്യഭാഷയിൽ അവനെ പ്രാർത്ഥിക്കണം. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചില്ല, മലയാളത്തിലാ പ്രാർത്ഥിച്ചെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്. എത്ര നാളായി പറയാൻ തുടങ്ങിയിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷ. അമ്മാജിയോട് ഞാൻ പറയും, അമ്മാജി ആദ്യം കുറച്ച് മലയാളത്തിലൊക്കെ പ്രാർത്ഥിച്ചു വെച്ച് അന്യഭാഷ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. പല സ്റ്റെപ്പുകൾ പ്രാർത്ഥിച്ചു, പല സ്റ്റെപ്പുകൾ. അമ്മാജി ഇത്ര മോശമാണെന്നും കൊള്ളൂലാത്താന്ന് എല്ലാവരും പറയായിരിക്കും. പക്ഷെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മാജി പ്രാർത്ഥിക്കണല്ലേ എല്ലാവരും കേൾക്കുന്നത്. അതിനാർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയാൽ അത് കർത്താവ് ചോദിക്കും അവരോട്. അഭിഷേകം തീരുമാനിക്കും അന്യഭാഷ പ്രാർത്ഥിക്കണോ അതോ വേറെ ഒരിടത്തിന് പ്രാർത്ഥിക്കണമെന്ന്. 2 കൊരിന്ത്യർ 4:7. ഇവിടെ സാത്താനോട് എതിർത്ത് വരുമ്പോൾ നമുക്ക് അത്യന്ത സത്യം അവിടെ കിട്ടുന്നത്. 2 കൊരിന്ത്യർ 4:7 വാക്യം. ആമേൻ. 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ലെന്ന് ആദ്യം അങ്ങോട്ട് തീരുമാനിക്കണം. അയ്യോ ഇച്ചിരി ശക്തി കിട്ടുമ്പോഴത്തേക്ക് എന്റെ സ്വന്തം എന്ന് പറഞ്ഞോണ്ട് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അപ്പുറത്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിവിടെ നമുക്ക് അത് പറഞ്ഞില്ലേ നമുക്ക് ഉറക്കം വരുമല്ലോ. അതൊക്കെ നമ്മൾ എപ്പോഴും താഴ്മ ധരിക്കാത്തതുകൊണ്ടാ, ദൈവത്തിന്റെ സന്നിധിയിൽ താഴാത്തത് കൊണ്ടാ. നിനക്ക് പറ്റുമെങ്കിൽ നീ ഇവിടെയുള്ളവരുടെ താഴ്ച ഉയർച്ചയാക്കും. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ലെന്ന് അവിടെ ഒരു താഴ്മ, ഒരു താഴണം. നമ്മള് സ്വന്തമല്ല എന്നും ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ദൈവം ദാനം തന്നതാ. നമ്മൾ ഒന്നും കൊടുത്തിട്ടല്ല, ഒരു വിലയും കൊടുത്തിട്ടല്ല. ദൈവത്തിന്റെ ദാനമെന്നും വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നുള്ളത്. ഇനി ഞങ്ങൾക്ക് ഈ നിക്ഷേപം പറഞ്ഞേക്കണ പൊൻപാത്രത്തിലോ
വെള്ളിപ്പാത്രത്തിലോ ഒന്നുമല്ല. ഇത് വെറും മൺപാത്ര ശരീരം. അത് നമ്മൾ കീഴ്പ്പെട്ട് താഴ്ന്നിരുന്ന് സമ്മതിക്കണം. അപ്പോഴവൻ 2 രോഗികളെ കൂടി സൗഖ്യമാക്കും. എന്റെ ജീവിതത്തിൽ എന്തുമാത്രം രോഗികൾ സൗഖ്യമായേക്കണു, എന്തുമാത്രം മാനസിക രോഗികൾ സൗഖ്യമായേക്കണു, എന്തുമാത്രം ഭൂതങ്ങൾ വിട്ടുപോയേക്കണു. ഞാൻ ഇതിനോടൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഹല്ലേലൂയ. അങ്ങനെ താണിരിക്കുമ്പോൾ അടുത്ത ഒരാളുടെ ആവശ്യം കൊണ്ട് നടത്തി കൊടുക്കാനുള്ള പവർ നമ്മളുടേക്ക് കർത്താവ് കൊടുക്കും. നമ്മൾ താണിരുന്നേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തിയാ അപ്പൊ കിട്ടണേ. സാത്താനോട് എതിർത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിന് കീഴടങ്ങുമ്പോൾ, ദൈവത്തോട് അടുത്തിരുമ്പോൾ നമുക്ക് ഈ അത്യന്ത ശക്തിയാ, പറഞ്ഞു തീരാത്ത ശക്തിയാ നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിയല്ലോ, എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് അഭിഷേകം കിട്ടിയല്ലോ, അങ്ങനെ പറഞ്ഞിരിക്കരുത്. പിന്നെ അടുത്ത പടിയിലേക്ക് പൊങ്ങുന്നുണ്ടോ എന്ന് നീ പരിശോധിക്കണം. അല്ലെങ്കിൽ ഇത് മറ്റവന്റെ. അവൻ അന്യഭാഷയൊക്കെ എങ്ങനെ പറയുമെന്ന് അറിയാമോ? ആ സ്തോത്രല്ലേ വെളിച്ചപ്പാടത്തെയൊക്കെ എന്നെ വെറുതെ ഇരിക്കാറുണ്ടോ? പൗലോസിന് ഇത്രയും പീഡ വന്നത് അവിടെ പുസ്തകത്തിൽ അത്ര എഴുതിയുള്ളൂ, ശാസിച്ചു അങ്ങ് പോയിന്നേ എഴുതിയുള്ളൂ. പക്ഷെ നമ്മൾ അന്യഭാഷയെ പ്രാർത്ഥിച്ച് വരുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത് കർത്താവ് അഭിഷേകം തീരുമാനിക്കും. അന്നേരം അഭിഷേകം അത് തീരുമാനിച്ചോളൂ. നമ്മൾ തീരുമാനിക്കണ്ട. നമ്മൾ ചോദിച്ചതിനും പറഞ്ഞതിനും ഒക്കെ ആർക്കെങ്കിലും വിടുതൽ കിട്ടിയെങ്കിൽ ഓർത്തോളണം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരമ്യാ 33:6. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ആമേൻ. യിരെമ്യാവ് 33:6 ആമേൻ. ഹല്ലേലൂയ. യിരെമ്യാവ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 33:6 ആമേൻ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ആമേൻ. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഈ അത്യന്ത ശക്തി കൊണ്ടുള്ള ഗുണമെന്താ? ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. ഇതാ ഞാൻ രോഗശാന്തിയും. വലിയ വലിയ പടക്കലും ഓടലും ചാടലും അതിന് ഒന്നുമില്ല. അത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചെന്ന് അവരുടെ അടുത്ത് സൗഖ്യമാക്കുമ്പോൾ നീ വെറുതെ പ്രാർത്ഥിച്ചാൽ മതി. അഭിഷേകം തീരുമാനിക്കും ഇവനെ സൗഖ്യമാക്കണോ വേണ്ടതെന്ന്. അവനെ നോക്കും, അവന്റെ അപ്പനമ്മമാരെ നോക്കും. ഒരു ലിമിറ്റ് വരെ കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവരോട് പറയും, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കി. അല്ലാതെ രോഗശാന്തി വരുത്തിയിട്ട് പഠിപ്പിച്ച കൊടുക്കുകയല്ല. അവർക്കൊരു ആരോഗ്യം ഇല്ലാതെ കിടപ്പി കിടക്കുകയല്ല. ഒരു പാപ അവരുടെ നേരെ വന്നാലും കൊല്ലാൻ പ്രാപ്തി ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. രോഗശാന്തി വരുത്തും, ആരോഗ്യം വരുത്തും, ആരോഗ്യവും വരുത്തി സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സത്യം അറിഞ്ഞാൽ നിനക്ക് വിടുതല. ആമേൻ. ദൈവത്തെ കുറിച്ചുള്ള സത്യം അറിഞ്ഞാൽ നിനക്കൊരു ജോലി വേണോ? അതിന്റെ സത്യം, നിനക്ക് ജോലി കിട്ടാത്തതിന്റെ സത്യം കർത്താവ് വെളിപ്പെടുത്തും. ആമേൻ. അന്യഭാഷയിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. അല്ലാതെ വെറുതെ നടത്തിച്ച് ജോലിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആമേൻ. പഠിത്തത്തിൽ മോശമാണെങ്കിൽ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിച്ച്. ആമേൻ. ഇവിടെ ആ പ്രാർത്ഥന എന്നും നടക്കുന്നുണ്ട്. എനിക്ക് സൗകര്യം കിട്ടിയില്ല എന്ന് ആരും പറയാനില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് 41:15.
ഹല്ലേലൂയ. 15 16. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാവ് 45-ന്റെ ഹല്ലേലൂയ 18-ഉം 16-ഉം 41-ന്റെ 15-ഉം 16-ഉം. ആമേൻ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യെശയ്യാവ് 41-ന്റെ ഹല്ലേലൂയ 15-ഉം 16-ഉം വാക്യങ്ങൾ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെയാക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഈ സംഭവങ്ങളൊക്കെ പുതിയതായിട്ട് ഞാൻ നിന്നെ പുതിയതാക്കും. ആമേൻ. അവിടെ പിശാച് തല്ലി ചതച്ച് ഇട്ടിട്ട് പോയിരിക്കുകയായിരിക്കും. നിന്റെ ജോലിയെ, നിന്റെ വിദ്യാഭ്യാസത്തെ, നിന്റെ ജപ്തിയെ കടമൊന്ന് കയറി അങ്ങോട്ട് ചാവാറായി കാണും. അതിനെയൊക്കെ തല്ലി ചതച്ച് പിശാച് ഇട്ടിരിക്കുകയായിരിക്കും. ഒരു പുഴുവായ ഒരവസ്ഥ. നമ്മുടെ പുഴുവായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ പർവ്വതത്തിന്റെ ഒരു പിടി മണ്ണ് ഉരുട്ട് അതിന്റെ മെത്ത് വീണാ മതി, അത് ചത്തുപോകും. ഒരു ബട്ടർഫ്ലൈ പോലെ ശക്തി പ്രാപിച്ച് നിൽക്കുന്നതാണെങ്കിൽ ആ പറന്നു പോകും അങ്ങോട്ട്. ഇത് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പുതിയതാക്കുന്നു. പോരാഞ്ഞിട്ട് മൂർച്ചയുള്ളതും കൂടി ആക്കും. നമ്മൾ ഈ ചതഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്നതിലല്ല, അധികം ശുശ്രൂഷ ചെയ്യണ്ട. വചനം 2 വചനം പറഞ്ഞാൽ നീ അഭിഷേകം തീരുമാനിക്കും. കുറച്ചു നേരം പ്രാർത്ഥിച്ചു അന്യഭാഷയില്. നിനക്ക് അന്യഭാഷ ഉണ്ടോ? അത് നീ ഉപയോഗിക്കണം. അതിലാണ് നിന്റെ മിടുക്ക്. വചനം പറയണ 10-20 മിനിറ്റ് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അരമണിക്കൂർ പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം അന്യഭാഷ പറഞ്ഞു ഇവിടെയുള്ള ഓരോരുത്തർക്കും വിടുതൽ കൊടുക്കണം. അതുകൊണ്ട് പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതും മെതിവണ്ടിയാക്കി തീർക്കുന്നു. മെതിവണ്ടിയാക്കി ഈ ആരെയാന്ന് ഓർക്കണം. ഈ പുഴുവിനെ കർത്താവിന്റെ കൈവശം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിനെ മെതിവണ്ടിയാക്കി അത് കടന്നു ചെല്ലും. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കർത്താവിന് ഒന്നും മനസ്സിലാവില്ല. മലയാളം മനസ്സിലാവും. അത് കർത്താവേ, അത് ജോലി കിട്ടണേ, അല്ലെങ്കിൽ ജപ്തി മാറ്റി കളയണേ, അല്ലെങ്കിൽ കിഡ്നി അസുഖം മാറ്റണേ, അല്ലെങ്കിൽ കാട്ടിന്റെ വാൽവ് ചുരുങ്ങിയത് നിവർത്തണേ. ഇതൊക്കെയാ നീ പ്രാർത്ഥിക്കണേ. കർത്താവ് അവിടെ അന്യഭാഷയെ നീ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വേറൊരു റൂട്ടിൽ കൂടി കൊണ്ടുപോയിട്ട് ഇതിന് കാരണമെന്ത് എന്ന് ലോകസ്ഥാപനം വരെയും അന്വേഷിച്ചു കണ്ടുപിടിക്കുന്ന കർത്താവാണുള്ളത്. അതുകൊണ്ട് ആ സ്തോത്രം മല്ലേലിയ അന്യഭാഷ അങ്ങോട്ട് ചാട്ടുളി പോലെയാ ചെല്ലുന്നത്. കർത്താവിന്റെ അടുക്കലേക്ക് ആ ചാട്ടുളി പോലെ അന്യഭാഷ ചെല്ലുമ്പോൾ കർത്താവ് നിന്നെ നോക്കിക്കൊണ്ട് പുഴുവായ നിന്നെ, ഇപ്പോഴത്തെ അവസ്ഥ നിന്റെ പുഴുവായ നിന്നെ നോക്കിക്കൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ കടന്നു പോകും കർത്താവ്. ഈ അന്യഭാഷയാകണം. അന്നേരം നീ അവിടെ ചെയ്തു കൂട്ടാനുള്ള നിന്റെ ഇപ്പോഴത്തെ ജീവിതം വരെയുള്ള അകത്യങ്ങൾ എല്ലാ കർത്താവ് കണ്ടത് മോചിക്കും. അത് മോചിച്ചിട്ട് നിനക്ക് എന്താണ് രോഗസൗഖ്യം? എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു.
അസുഖമുള്ളതിനെയും, രോഗം എന്ന് പറഞ്ഞാൽ രോഗം മാത്രമല്ല, കടഭാരം ഉണ്ടെങ്കിൽ വരും. അത്രയും വലിയ രോഗമുണ്ടോ? കണ്ണുകുരുടനെയും ഒക്കെ കർത്താവ് സൗഖ്യപ്പെടുത്തും. ഒന്നുകൂടെ വായിച്ചത്. ആമേൻ. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതർ പോലെയാക്കുകയും ചെയ്യും. പിന്നെ നീ റെസ്റ്റ് എടുത്താ മതി. ആമേൻ. നീ റെസ്റ്റ് എടുത്താ മതി. എന്റെ കർത്താവിന്റെ അടുത്ത് അന്യഭാഷ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ റെസ്റ്റ് എടുത്താ മതി. ആമേൻ. അവിടെ എന്താ നീ വെപ്രാളപ്പെട്ട് ഓടേണ്ട ആവശ്യമില്ല. ഇതാ ഞാൻ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി നിന്നെ ഞാൻ ആ മുഴുവനാക്കി തീർക്കും. എന്റെ കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞാൽ സ്തോത്രം. പിന്നെ എന്നാ പറയണേ? നീ അവയെ പാറ്റും. നീ അന്യഭാഷയൊക്കെ പറഞ്ഞോണ്ടിരുന്നാ മതി, വചനം പറഞ്ഞോണ്ടിരുന്നാ മതി, പാറ്റിക്കൊണ്ടിരുന്നാ മതി. നീ അവയെ ഒന്ന് പുറത്തിലിട്ട് വായിക്കാൻ മതി. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ചുകൊണ്ട് പിന്നെ ആത്മാവ് വന്നു. അവിടെ ആത്മാവ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് കാറ്റിനെ പറപ്പിച്ചു കൊണ്ടുപോകും. പറപ്പിച്ചു കൊണ്ടുപോകും. സ്പീഡ് കൂടും. പുതിയതാക്കാൻ സ്പീഡിൽ നിന്നെ ഓടിക്കുന്ന കർത്താവ് പറഞ്ഞേക്കണത്. 2025 വാഗ്ദത്തമാണ്. നമ്മളാരും അടങ്ങിയിരിക്കരുത്. മടങ്ങിയിരിക്കരുത്. ദുഷ്ടന് വിട്ടുകൊടുക്കരുത്. നമ്മൾ അവരോട് എതിർത്ത് നിൽക്കണം. ദൈവത്ത് വന്ന് അവനെ അറസ്റ്റ് ചെയ്യും. കാറ്റതിനെ പാതപ്പിക്കും. അഭിഷേകം വന്നു കഴിഞ്ഞാൽ അഭിഷേകം തീരുമാനിക്കും ഇനി എന്ത് വേണം. അഭിഷേകം തീരുമാനിച്ചു. കാറ്റതിനെ പറപ്പിക്കും. ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. സ്പീഡ് കൂട്ടി. ചുഴലിക്കാറ്റ് അതിനെ ചിതറിച്ചു കളയും. ചുഴലിക്കാറ്റ് അതിനെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴ്ന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി. നീ ഒരു പണിയെടുക്കണ്ട. കർത്താവിനെല്ലാം വിട്ടുകൊടുക്കണം. കർത്താവിന് വിട്ടുകൊടുത്ത് നീ വീട്ടിലിരിക്കരുത്. യെശയ്യാവ് 43:18-19. ആമേൻ. ഹല്ലേലൂയ. യെശയ്യാവ് 43:18-19 വചനങ്ങൾ. ഹല്ലേലൂയ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നീ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ആമേൻ. നീ മുമ്പുള്ളവയെ ഓർക്കണ്ടെന്ന 25 കർത്താവ് നമ്മളോട് പറയണേ. ആമേൻ. സ്തോത്രം. 24 പല ഘട്ടങ്ങളിൽ കൂടി കടന്നു വന്നു. അതൊന്നും നീ ഇനി ഓർക്കണ്ട. ആമേൻ. നന്ദി കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. അതെല്ലാം നീ അങ്ങോട്ട് മറന്നേച്ച്. ആമേൻ. അല്ലെങ്കിൽ നിന്റെ അകത്തിരുന്ന് ഇത് കൂടി ഇരുന്ന് വേറെ വല്ല അസുഖമായിട്ട് വരും. ഹല്ലേലൂയ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. അത് നിരൂപിക്കുകയും വേണ്ട. ആമേൻ. പണ്ടുള്ളവയെ അങ്ങോട്ട് പോകട്ടെ. ആമേൻ. അത് കേറി വരുമ്പോൾ ഉടനെ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. എന്നെ പുതിയതാക്കുക കർത്താവേ. പുതിയതാക്കുന്ന കർത്താവേ. ഞാനൊരു മുഴുവായ അവസ്ഥയിലായിപ്പോയി കർത്താവേ. എന്റെ അകത്യങ്ങൾ നിമിത്തമാണ് കർത്താവേ. ഉള്ള പിശാചുക്കളെല്ലാം വിളിച്ചു വരുത്തിയത് നിമിത്തമാണ് കർത്താവേ എന്ന് നമ്മൾ പറയണം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. പുതിയത് നിന്നെ പുതിയത് ചെയ്യും. 25
പുതിയതെന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഉത്ഭവിച്ചു വരുന്നതിന്റെ ലക്ഷണം പറയുക. ആമേൻ. മരുഭൂമിയിൽ ഒരു വഴി. ആമേൻ. സ്തോത്രം. മരുഭൂമിയിൽ ഒരു വഴി. അവിടെ വഴിയില്ല. ഹല്ലേലൂയ. അവിടെ നടന്നു കഴിഞ്ഞ വഴി കാണാനില്ല. വഴിയില്ലാത്തടത്ത് കർത്താവ് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാ. ആമേൻ. സ്തോത്രം. അവൻ മരുഭൂമിയിൽ ഒരു വഴിയും ആമേൻ. നിർജ്ജന പ്രദേശമാ നിന്റെ ഹൃദയം. ആമേൻ. ഓ റിബബബ. മരുഭൂമിയായി കിടക്കുന്ന സ്ഥലത്ത് ദൈവം എന്തിനേയും വഴിയുണ്ടാക്കും. നദികളും ഉണ്ടാക്കും. ആമേൻ. നിർജ്ജനമായി കിടക്കുന്ന സ്ഥലത്തല്ലേലിയ നിർജ്ജന എവിടെ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. നദികൾ നദിയല്ല ഉണ്ടാക്കണേ. നിന്റെ ഉള്ളിൽ നിന്ന് ആ നദി പുറപ്പെടട്ടെ. ആമേൻ. വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദി ഒഴുകും. Yes, Lord. Yes, ജീവജല Lord. നദികൾ എവിടെ വേണോ അവിടെ നിനക്ക് ഒഴുക്കി കൊടുക്കാൻ പറ്റും. കർത്താവേ, നീ ചെയ്തതെന്ന് മറന്നേരെ. കർത്താവേ, ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങളൊന്ന് വിട്ടേരെ. കർത്താവേ. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അപ്പുറത്ത് ചെയ്തു പറഞ്ഞ് നടക്കുമ്പോ നിന്റെ അനുഗ്രഹം കുറഞ്ഞു പോണേ. കർത്താവേ. ഇതും കൂടി കൂട്ടിയാണ് നിനക്ക് അനുഗ്രഹം തരാതിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിർജ്ജന പ്രദേശാണോ നിന്റെ ഹൃദയം? അവിടെ നദികൾ ഒഴുക്കും. ആമേൻ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറമധുരമായി മാറ്റിയവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറമധുരമായി മാറ്റിയവൻ. കരുതുന്നവൻ നിന്നെ കാക്കുന്നവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിപ്പോ ധാരാളമായി അങ്ങോട്ട് ഒരുക്കി കാണിച്ചു തരുവാ നിനക്ക്. ആമേൻ. ഞാൻ തരും 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 എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പോകുന്ന കർത്താവിനെ അല്ല നമ്മൾ വിളിക്കണേ. നമ്മള് വിളിച്ചാൽ അവിടെ ഉത്തരം തരണം. ആമേൻ. സ്തോത്രം. അതിന് കാരണം എന്താന്ന് ചോദിക്കണം കർത്താവിനോട്. കർത്താവേ. അവൻ ആ പ്രാപിച്ച അഭിഷേകം തന്നെ ഇത് തീരുമാനിക്കും. ആമേൻ. അതിന് മനുഷ്യരാരും തീരുമാനിക്കാൻ നടക്കണ്ട. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർ 8:11. ആമേൻ. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം. ഹല്ലേലൂയ. യേശുവിൻ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർ 8 ഹല്ലേലൂയ. യേശുവിൻ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. റോമർ 8:11 വാക്യം. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തൃ ശരീരങ്ങളെ ജീവിപ്പിക്കും. അവിടെ ക്രിസ്തുയേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരാ ഇവർ. ആമേൻ. സ്തോത്രം. എന്ന് പറഞ്ഞത് രണ്ടല്ല, ഒന്ന് തന്നെയാ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു. ഓ ഗ്ലോറി. കാരണം നമ്മളെ പ്രതി ഓ ഗ്ലോറി. നിന്റെ മരിച്ചു കിടക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിലേക്ക് പുനരുദ്ധാന ശക്തി ഞാൻ അയക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഇപ്പൊ തന്നെ ആമേൻ. റിബബബ 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 റിബബബ. വരും. ആമേൻ. 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 ഹല്ലേലൂയ. 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 ഓ ഗ്ലോറി 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 ഗ്ലോറി. ആമേൻ. ഓ സ്തോത്രം ജീസസ്. ഹല്ലേലൂയ. വചനമാറ്റി സൗഖ്യം തരാൻ പറ്റില്ല. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ഏതെല്ലാം വിഷയമാണ് കിടക്കുന്നത്? ഓ നിന്റെ ജീസസ്. ജോലിയാണോ? ഓ ജീസസ്. നിന്റെ പഠിത്തമാണോ? ഓ ജീസസ്. നിന്റെ വ്യക്തിയാണോ? ഓ ജീസസ്. ഇതൊക്കെ കടലിൽ ഇരിക്കുക. ഓ സ്തോത്രം. പക്ഷെ കർത്താവ് എന്ത് ചെയ്യും? ഉയർപ്പിച്ചു തരും. ആമേൻ. ഉയർപ്പിന്റെ ശക്തി അയക്കും. ആമേൻ. സ്തോത്രം ജീസസ്. പുനരുദ്ധാന ശക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. ഇവിടെ സ്തോത്രം. അഭിഷേകം തീരുമാനിക്കും. ആമേൻ. അഭിഷേകം ഇവിടെ തീരുമാനിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. ആമേൻ. ദൈവത്തിന്റെ മക്കൾ ആരാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. ആമേൻ.
ഗെയ്യും ശുശ്രൂഷ ചെയ്യാൻ പാടില്ല, പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശാപമാണെന്നൊക്കെ പറയുമ്പോൾ അപ്പൊ തന്നെ കർത്താവ് നീ എന്റെ പുത്രനാ, നീ പെണ്ണല്ല, നീ എന്റെ പുത്രനാ. ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാ. 13 വായിക്കുമ്പോഴ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ എങ്കിലോ നിങ്ങൾ ജീവിക്കും. നമ്മളെന്ത് പറഞ്ഞാലും പറയണം ഇത് ദൈവത്താലാണ്. റോമർ 8:28 വായിച്ചു. റോമർ 8:28 വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മൾ ഒന്ന് അറിയണം. ആമേൻ. ദൈവത്തെ കുറിച്ച് നമ്മൾ അറിയണം. ആമേൻ. എന്തറിയണം? എന്നെ ശിക്ഷിക്കുന്ന ദൈവം, എന്നെ കൊല്ലുന്ന ദൈവം എന്നല്ല നമ്മൾ അറിയണ്ടേ, നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം. ആമേൻ. നമ്മള് പിന്നെ ആ വഴി സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ ആവും, അതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്ത് വന്നാലും ഇത് നന്മയ്ക്കാ. പോസിറ്റീവ് നീ പറയണം. അവിടെ തന്നെ പോയിരുന്നു പറയണം, നിനക്ക് ആരും കാണില്ല പറയാൻ. നീ തന്നെ മാറിയിരുന്നു പറയണം. ഇപ്പോഴീ വന്നിരിക്കുന്ന വിഷയങ്ങളെല്ലാം നന്മയ്ക്കാ. അന്നേരം നന്മയ്ക്കായി ഉത്ഭവിക്കും. സമയമില്ല എങ്കിലും ഒരു വാക്യം കൂടി വായിച്ച് എഫേസ്യർ 1:17 തൊട്ട് 19 എഫേസ്യർ 1:17 മുതൽ യേശുവേ സ്തോത്രം ഉള്ള വചനങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ സൃഷ്ടിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും ഉയർത്താവേ നമ്മൾ അവനെ അറിയുന്നില്ല. ഉയർത്താവേ ഇവിടെ കർത്താവ് എന്ത് ചെയ്യാ? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ എന്തിന്, എങ്ങനെ? പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും വെളിപ്പാട് കിട്ടണം അവിടെ. ആമേൻ. അവിടെ നമുക്കൊരു വെളിപ്പാട് കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയദൃഷ്ടി പ്രകാശിച്ചു വരും. നമ്മൾ കുറെ വചനം അറിയാം, കുറെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടില്ലെങ്കിൽ ഇരുട്ടില്ല നമ്മള്. സ്തോത്രല്ലേ. ആ കണ്ണിൽ സുഖായ ആ കുരുടനെ പോലെ പറയേണ്ടി വരും. കുരുടനെ പോലെ പറയേണ്ടി വരും. പക്ഷേ യേശു എന്താ പറഞ്ഞത്? വെളിച്ചോളപ്പോ പ്രവർത്തിച്ചോളാൻ. നമ്മുടെയൊക്കെ ഹൃദയം തുറക്കാൻ പ്രാർത്ഥിക്കണം. കർത്താവേ നീ നമുക്ക് എല്ലാം തന്നു, പക്ഷെ എന്റെ ഹൃദയം തുറന്നു തരണം. എന്നെ എനിക്കൊന്ന് അറിയണം കർത്താവേ. പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും അന്നേരം അവന്റെ വിളിയാനുള്ള ആശ എന്നെ കുറിച്ചുള്ളത് എന്താണെന്ന് ഞാൻ വചനം പറയാനാണോ, അതെയോ രോഗസൗഖ്യം കൊടുക്കാനാണോ, അത് രണ്ടിനും കൂടിയാണോ, മൂന്നിനും കൂടിയാണോ എന്നൊക്കെ ഉള്ള കാര്യം കർത്താവ് നമ്മളോട് സംസാരിക്കും. അപ്പോൾ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആമേൻ. നല്ലതുപോലെ നല്ല നല്ല പ്രമാണം അനുസരിക്കുന്ന മക്കളോട് ചെന്നിട്ടായി പറയണം, നിങ്ങളിത് അറിയണം, നിങ്ങളിത് അറിയണം, നിങ്ങളിത് അറിയണം. നമ്മളാണെങ്കിൽ ചോദിക്കുക, എന്നാ കർത്താവേ ഞങ്ങൾ അറിയണ്ടേ? വലിയ ബുദ്ധിമാന്മാരല്ലേ? പക്ഷെ അവർക്ക് ആത്മാവുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്തറിയണം, ഞങ്ങൾ എന്തറിയണമെന്ന് ചോദിച്ചു. അപ്പം മുട്ടുകുത്തി, അപ്പൊ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി തലയിൽ കൈവയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ
എന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കും. അവിടെ പൗലോസ് അവരോട് പറഞ്ഞു കൊടുക്കും. ഭക്തരായ മക്കളാ, എഫെസോസിലുള്ള മക്കൾ ഭക്തരാ. എന്നാലും നിങ്ങൾ ഇതുകൂടി അറിയണം. ഈ ഹൃദയം തുറന്നാൽ എന്താ കിട്ടുന്നത്? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ശക്തി വന്നാലേ നിന്റെ ഹൃദയം തുറക്കുള്ളൂ. ഹൃദയം ദൃഷ്ടി പ്രകാശിച്ചാലേ വിളിയാനുള്ള ആശ മനസ്സിലാവുള്ളൂ എന്നെല്ലാം കർത്താവ് നമ്മളോട് പറഞ്ഞു തരും. നമ്മളത് മനസ്സിലാക്കണം. ഓരോരുത്തരും പുതിയതാകട്ടെ, അപ്പോഴപ്പോഴും ഉത്ഭവിച്ചു വരട്ടെ. അത് എന്ത് ചെയ്യാമെന്ന് കർത്താവ് പറഞ്ഞാലും വാഗ്ദത്തം നീണ്ടുപോകുന്നതാകരുത്. അത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു തന്നെ അഭിഷേകം തീരുമാനിക്കും. ഇത് നമ്മുടെ കുറിവാക്കി ഒന്ന് വായിച്ച്. ഏതാ? 1 യോഹന്നാൻ 2:27. 1 യോഹന്നാൻ 2:27. 1 യോഹന്നാൻ 27 വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. ആമേൻ. ഉപദേശം കേൾക്കാനല്ല, നമ്മൾ പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഹല്ലേലൂയ. ആമേൻ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അവനിലും നിന്നിലും വസിക്കുന്ന ഒരു വാക്യം അവിടെ നിറവേറുവാനാണ്. അവൻ നമ്മളിൽ വസിക്കുന്നു, നമ്മൾ അവനിൽ വസിക്കുന്നു. അപ്പോൾ ഏത് കാര്യം ഉണ്ടായാലും നിന്റെ ജീവിതത്തില് ഏത് കാര്യം ഉണ്ടായാലും നീ കരഞ്ഞുകൊണ്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല. അത് അഭിഷേകം തീരുമാനിക്കും. അഭിഷേകം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണം. നമ്മള് പോരാ, പ്രാർത്ഥന ഉപവാസത്താലും ഇരിക്കണം. എല്ലാവരും എഴുന്നേറ്റേ. ഇത്രയും വർഷമായിട്ടും നമുക്ക് അഭിഷേകത്തിലായി തീരുവാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു കുറവാണത്. അഭിഷേകത്തിലേക്ക് തന്നെ ആയിത്തീരണം. നമ്മൾ ഏത് സമയവും അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കണം.